കാസർഗോട്ട് മോഷണക്കുറ്റം ആരോപിച്ച് നാൽത്തടുക്ക സ്വദേശിനി ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ആക്ഷൻ കമ്മിറ്റി. മാലമോഷണത്തിനും കുടുംബബന്ധം തകർത്തതിനും പിന്നിൽ ആൺ സുഹൃത്തെന്ന് ആക്ഷൻ കമ്മിറ്റി പറഞ്ഞു. സംഭവത്തിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നും ആക്ഷൻ കമ്മിറ്റി ന്യൂസ് 18 വ്യക്തമാക്കി. അന്വേഷണം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് മനംനൊന്ത് ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. എന്നാലും ഈ സംഭവത്തിൽ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രധാന ആവശ്യം. ഏതായാലും നമ്മോടൊപ്പം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹി തന്നെ ചേരുന്നു. ജാഫറാണ് നമ്മോടൊപ്പം ചേരുന്നത്. നിലവിൽ എന്താണിപ്പോൾ ഈ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാനിടയായ സാഹചര്യം? ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കേണ്ട സാഹചര്യം എന്ന് വെച്ചാൽ ഒരു മോഷണക്കുറ്റം, ഇല്ലാത്തൊരു മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ജസീലയുടെ പേരിൽ ഒരുപാട് അവഹേളനം നേരിടേണ്ടി വന്നത് ആ കുട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ജസീലയെ ആദൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും അവിടെ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ജസീലയുടെ മൊഴിയെടുക്കുകയും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ മൊഴിയിൽ സംശയമൊന്നും തോന്നാത്തത് കൊണ്ട് അതായത് ജസീല ഇത്തരത്തിലൊരു സ്വർണം എടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസൊന്നും രജിസ്റ്റർ ചെയ്യാണ്ട് ജസീലയെ വിട്ടയക്കുകയും ചെയ്തൊരു സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ മോഷണക്കുറ്റം ആരോപിച്ചെന്ന് പറയുന്നത് ജസീലയുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടുകാരാണ്. ജസീലയുടെ ആ സുഹൃത്ത് ഈ ജസീലയുടെ ഭർത്താവിന്, ദുബായിലുള്ള ജസീലയുടെ ഭർത്താവിന് വാട്സപ്പ് വഴി വോയിസുകൾ അയക്കുകയും ആ വോയിസിൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള വോയിസുകളാണ് ആ സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തി ജസീലയുടെ ഭർത്താവിന് അയച്ചിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജസീലയുടെ ഭർത്താവ് ജസീലയ്ക്ക് ഫോൺ വിളിക്കുകയും ഒരുപാട് ഷൗട്ട് ചെയ്യുകയും ആ കുട്ടിയെ മാനസികമായി തളർത്തുന്ന രീതിയിൽ, അവരുടെ കുടുംബബന്ധം തകർന്നു എന്ന് തന്നെ പറയാം, ആ ഒരു രീതിയിലാണ് ജസീലയുടെ ഭർത്താവ് ഈ കുട്ടിയോട് സംസാരിച്ചിട്ടുള്ളത്. മാനസികമായി തളർന്നു കിടക്കുന്ന ഒരു സഹോദരിയുടെ അടുത്തേക്ക് ഈ സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടുകാരും, സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ഉമ്മയും വേറൊരു സ്ത്രീയും, അതേപോലെ ഈ ജസീലയുടെ ഭർത്താവിൻ്റെ ഉമ്മയും പെങ്ങളും, അതുപോലെ കുറച്ച് ആൾക്കാർ ഈ ജസീലയുടെ വീട്ടിലേക്ക് വരികയും അതിനു മുമ്പ് ജസീലയുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഈ സുഹൃത്തിൻ്റെ വീട്ടുകാർ പോയി അവിടെ പോയി പ്രശ്നങ്ങളും ഉണ്ടാക്കി. ഈ ജസീല എന്ന് പറയുന്ന സഹോദരി താങ്ങാവുന്നതിൽ കൂടുതൽ ആ പെണ്ണ് സഹിച്ചതാണ്. ഇതും കൂടി വന്നപ്പോൾ ആ കുട്ടിക്ക് ഒന്നും ചിന്തിക്കേണ്ട വന്നില്ല. അങ്ങനെയാണ് കുട്ടി വിഷം കഴിക്കാനുണ്ടായ സാഹചര്യം. ഈ സ്വർണം 9.5 പവൻ മോഷണം പോയെന്നാണല്ലോ ആദൂർ പോലീസിൽ പരാതി. ഈ ആക്ഷൻ കമ്മിറ്റി അങ്ങനെ ഒരു സ്വർണം പോയതായി സംശയിക്കുന്നുണ്ടോ? അതല്ല ജസീല അല്ലാതെ എടുത്തെന്ന് കൃത്യം ബോധ്യമുണ്ടോ? മറ്റേ ആരെങ്കിലും ഇത് ഈ സ്വർണം എടുത്തോ? എന്താണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു 9.5 പവൻ മിസ്സായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ ആക്ഷൻ കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുങ്ങളായി കേൾക്കുന്നല്ലേ. അപ്പോൾ അങ്ങനെ ഒരു 9.5 പവൻ മിസ്സായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ നമുക്ക് സംശയമുണ്ട്. ഇനി അഥവാ അങ്ങനെ ഒരു 9.5 പവൻ മിസ്സായിട്ടുണ്ടെങ്കിൽ തന്നെ, 9.5 പവനോ അതിൽ കുറവെന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നുള്ളത്. ഇനി അഥവാ അങ്ങനെ ഒരു സ്വർണം മിസ്സായിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കുട്ടി എടുത്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നമുക്കൊക്കെ പൂർണ്ണമായ ബോധ്യമുണ്ട്. എന്താ വെച്ചാൽ ആ കുട്ടി മരിക്കുന്നതിന് മുമ്പ് ചിത്രീകരിച്ച വീഡിയോ ഫുള്ള് എല്ലാവരും കണ്ടതാണ്. അതിൽ അവസാനമായിട്ട് ആ കുട്ടി പറയുന്നൊരു വാക്കുണ്ട്, അങ്ങനെ ഒരു സ്വർണം ഞാൻ എടുത്തിട്ടില്ല, ഞാൻ കണ്ടതുപോലുമില്ല, ഞാൻ എടുക്കാത്ത സാധനം ഞാൻ എങ്ങനെയാണ് തിരിച്ചു കൊടുക്കേണ്ടത്? കരഞ്ഞുകൊണ്ട് ചോദിക്കണേ. ഇന്നും നമ്മളെ മനസ്സിലൊരു എല്ലാവരും ജനങ്ങളെ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്, ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് ആ ജസീല ബാക്കിയാക്കി പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്വർണം മിസ്സായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണ് എടുത്തത്? ചിലപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു സ്വർണം മിസ്സായിട്ടുണ്ടെങ്കിൽ അത് എടുത്തത് ഈ സുഹൃത്തുമായി ബന്ധപ്പെട്ട ആരോ എടുത്തതാണ്. ഉറപ്പാണ്. ഞങ്ങൾ അങ്ങനെയാണ് സംശയിക്കുന്നുള്ളത്. അപ്പോൾ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ഗൂഢാലോചനകൾ നടത്തുന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ഇതിലൊരുപാട് ദുരൂഹതകളുണ്ട്. അതൊക്കെ പുറത്തു വരണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ആൺ സുഹൃത്ത് അഫ്രീദിനെ ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. അതോടൊപ്പം ഭർത്താവിൻ്റെ മൊഴി കാര്യം ഇത് ഏറ്റവും പ്രധാനമാണ്, അതും എടുക്കാൻ തയ്യാറായിട്ടില്ല. എങ്ങനെയാണ് ഈ അഫ്രീദിയുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് കാണുന്നത്? അഫ്രീദി ഈ സംഭവത്തിൽ ഏത് രീതിയിൽ ഉൾപ്പെട്ടിരുന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അഫ്രീദി ഈ മെയിനായിട്ട് ഇവരുടെ ദാമ്പത്യ ജീവിതം തകർക്കുന്ന രീതിയിൽ ഭർത്താവിനെ വിളിച്ച് ഒരുപാട് സംശയിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ്, ഭർത്താവിന് ഭാര്യയെ സംശയിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് അഫ്രീദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതാണെന്ന് നമ്മൾ കരുതുന്നുള്ളത്. അപ്പോൾ മെയിൻ അവരുടെ ദാമ്പത്യ ജീവിതം തകർക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി അവൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നൊന്ന് വെറുതെ ഒരു ഇല്ലാത്തൊരു മോഷണക്കുറ്റം ഈ കുട്ടിയുടെ പേരിൽ ആരോപിച്ചു. ഈ സുഹൃത്തിൻ്റെ അഫ്രീദിൻ്റെ വീട്ടുകാരാണ് അങ്ങനെ ആരോപിക്കുന്നുള്ളത്. അപ്പോൾ അതിൽ അങ്ങനൊരു സ്വർണം ആ കുട്ടി എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം.
അപ്പോൾ അത് ആ സ്വർണം എവിടെയാണ്, അതാണ് ആദ്യം കണ്ടെത്തേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ആക്ഷൻ കമ്മിറ്റി പിന്നെ ശക്തമായ രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുള്ളത്. ഞങ്ങൾക്ക് ആദ്യം തെളിയേണ്ടത് ആ സ്വർണം ആരെടുത്തു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ആദ്യം അറിയേണ്ടത്. എന്തായാലും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഇതിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി ജസീലയുടെ വീഡിയോയിൽ തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അത്തരം ആളുകളെല്ലാം കൃത്യം ചോദ്യം ചെയ്ത് ഇതിൽ ഒരു ഉത്തരം കണ്ടെത്തണമെന്ന ആവശ്യം തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നതും. കെ വി ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.